ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വൻപയറും ക്യാരറ്റും വെച്ച് സ്പെഷ്യൽ ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. കിഡിലും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിൽ മാത്രമാണ് ചേർന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത്രയും ടേസ്റ്റിൽ ഈ ഓണത്തിന് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കടുകാണ്. കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അധികം കനമില്ലാതെ അരിഞ്ഞതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഉപ്പിട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ക്യാരറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെക്കേണ്ടത്. അതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി ക്യാരറ്റ് ഒന്ന് വേവട്ടെ. ഓവറായിട്ട് വെന്ത് തുടങ്ങിയൊന്നും വേണ്ട. ക്യാരറ്റല്ല പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ഇത് നമുക്ക് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ്. നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ക്യാരറ്റ് വെന്ത് കിട്ടുമല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം വേണ്ടത് എന്താ വെച്ചാൽ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ടിട്ട് കൊടുത്തത്. നമുക്ക് ആ മുളക് പൊടിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയൊക്കെ പച്ചമുളക് ടേസ്റ്റ് പോയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ വൻപയറാണ്. ഇത് നമ്മൾ ഒരു 3-4 വിസിലാക്കിയതിന് ശേഷം ഉപ്പിട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഓവറായിട്ട് നമ്മൾ ക്യാരറ്റിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഇത് നമ്മൾ കറക്റ്റ് ഉടഞ്ഞു പോകരുത് കേട്ടോ. പയർ ഉറയാൻ പാടില്ല. കറക്റ്റ് ഒരു 3-4 നമ്മൾ വിസിൽ എത്ര ആക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചതാണ്. അതിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ക്യാരറ്റും അല്ലാതെ ഉടഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ ക്യാരറ്റ് നമുക്കിതിപ്പോൾ കാണുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഇട്ട് വേവിക്കൊന്നും വേണ്ട ക്യാരറ്റ്. ഇതൊന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളകാണ് ഇട്ട് വിട്ടിരുന്നത്. കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ചുവന്നുള്ളി ഇതേപോലെ ചെറിയ പീസാക്കിയതിട്ട്. ഇത് ലാസ്റ്റ് നമ്മൾ വൻപയർ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് മിക്സ് ആവട്ടെ. ആ കുരുമുളകും ആ ഉള്ളിയൊക്കെ ഒന്ന് അതിൽ മിക്സായി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ ചേർക്കുന്ന വൻപയറാണെങ്കിലും ക്യാരറ്റാണെങ്കിലും ഉടഞ്ഞു പോകാതെ നോക്കണേ. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓണത്തിനാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്ന് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. വൻപയറും ക്യാരറ്റും കുട്ടികൾക്കാണെങ്കിലും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയല്ലേ. അപ്പോൾ നമ്മൾ മെഴുക്കേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിടാം. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് കഞ്ഞി കുടിക്കുകയാണെങ്കിലും അതുപോലെ ചോറിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മെഴുക്ക് പുരട്ടി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.